ഇത് പ്രത്യേകിച്ച് ശ്രീകുട്ടനും നിവേദയ്ക്കും കിച്ചുവിനും അമ്മുവിനുമാണ്. വലുതായി എന്ന് വിചാരിക്കുന്നവർ നോക്കിയാലും വിരോധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഒരു ഗാർഡനുണ്ട്. അതിൽ ഒരു പ്ലം എന്ന ഒരു വലിയ മുന്തിരിങ്ങ പോലെ പക്ഷെ പുളിയില്ലാത്ത ഒരു ഫ്രൂട്ട്. അസൽ സ്വാദ. എല്ലാം മൂത്തു പഴുത്ത് അണ്ണാനും പക്ഷികളും സദ്യയ്ക്ക് വരാൻ തുടങ്ങി. ഇന്ന് കൊയ്ത്തിന് തീരുമാനിച്ചു. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് തണുപ്പുകാലം വന്നാൽ പച്ച ഇലകൾ മഞ്ഞയായി എല്ലാം കൊഴിയും. പിന്നെ പ്ലം മരം ഉറങ്ങാൻ പോവും. ഒരു ഷർട്ടോ കുപ്പായോ ഒന്നുമില്ലാതെ. തണുപ്പ് മാറി ഫെബ്രുവരിയിൽ കുറച്ചൊരു ചെറിയ ചൂടായി തുടങ്ങുമ്പോൾ മരം ഉടനെ എഴുന്നേൽക്കും. പൂമൊട്ടുകൾ കിളിർക്കും. ഭംഗിയായ വെളുത്ത പൂക്കൾ വിടരും. ഒരാഴ്ചയിൽ മരം കല്യാണത്തിന് ഒരുങ്ങിയ ഒരു സുന്ദരി പെൺകുട്ടിയായി ഒരുങ്ങി നിൽക്കും. വണ്ടുകളായ ചെക്കന്മാർ വന്ന് തേനുണ്ടോയെന്ന് നോക്കും. ഇനിയൊരാഴ്ചയിൽ ഇതളുകൾ വാടാൻ തുടങ്ങും. മരത്തിൻ്റെ ഇലകൾ ഓരോന്നായി കിളിർത്തു തുടങ്ങും. പൂക്കളുടെ ഞെട്ടിയുടെ തുമ്പിൽ ഇതളുകൾക്ക് താഴെ ഒരു ചെറിയ മുഴ കാണാം. ആ മുഴയാണ് ഇനി ഒരു 5 മാസത്തിൽ നമ്മുടെ കരിഞ്ചുവപ്പും നീലയും ചേർന്ന രാജകീയ നിറമായ പർപ്പിൾ നിറമാർന്ന പ്ലം മാവുക. പൂവിതളുകൾ കരിഞ്ഞു കൊഴിയും. കൊച്ചു പ്ലമ്മിന് വെയിൽ കൊള്ളാൻ പൂവിൻ്റെ ജോലി തീർന്നു. ഇനി ഇലകൾ സൂര്യകിരണങ്ങൾ കൊണ്ട് ആഹാരമുണ്ടാക്കി മരത്തിന് ഊട്ടും. മരം കുട്ടികൾക്ക് കൊടുക്കും. ഇനി കുട്ടികളുടെ ജോലി പതുക്കെ പതുക്കെ വളർന്നു വലുതാവാൻ. ഞാൻ മാസത്തിലൊരിക്കൽ കുറച്ച് വളമിടും. ദിവസവും വെള്ളമൊഴിക്കും. വല്ല പുഴുക്കളും വന്നു കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഏപ്രിൽ കഴിയുമ്പോഴേക്കും എല്ലാം ഒരു ചെറു നാരങ്ങയോളമാകും. 3 മാസത്തിൽ, അതായത് മെയ് മാസത്തിൽ പച്ച നിറം മാറി കുറേശ്ശെ ചുവപ്പ് കാണാൻ തുടങ്ങും. ആ മുഴുവനും വേഗം ചുവന്ന പ്ലം കുട്ടിക്ക് ധൃതിപ്പെട്ട ക്ഷമയില്ലാത്ത പോക്കിരി എന്ന് ഞാൻ പേരിട്ടു. അതോ വേറൊരു പോക്കിരി, എല്ലാവരുടെ കൂടെ ചേർന്ന് പോകാൻ സാധിക്കാത്ത ഒരു കുട്ടി. ഇന്ന് എല്ലാം റെഡി. മരത്തിൽ നിന്ന് പഴക്കൂടയിൽ കയറാൻ തയ്യാർ. പ്ലം കൊയ്ത്ത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വേറെ കൊയ്ത്ത് നടത്തി. ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. കാലിഫോർണിയയിലെ കാലത്ത് എണീറ്റ ഉടനെ എല്ലാം അങ്ങോട്ട് കൊയ്തെടുത്തു. ഇപ്പോൾ നല്ല കാറ്റോട്ടം. അപ്പം കൊയ്ത്ത് തുടങ്ങാം. 1 1 1 1 1 1 4 5 6. ഞാൻ മിനിഞ്ഞാന്നത് എണ്ണി നോക്കിട്ടോ, ഒരു 173 എണ്ണം ഉണ്ട്. 1-2 എണ്ണം അണ്ണാൻ കൊണ്ടുപോയി. 11 11 12 13 14 1-2 അണ്ണാന്മാർക്ക് വെക്കണം. ആർത്തി പാടില്ല.
മൂത്തവൻ ആരോ കടിച്ചു. ഇവിടെ ഒരു പച്ച അവിടെ കുറച്ച് ബാക്കിയുണ്ട്, അവിടെ ഒളിഞ്ഞു കിടക്കണം. അതൊക്കെ ഒന്ന് പക്ഷികൾക്ക് പോകണം. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 206. അതൊക്കെ മതി. നോക്കട്ടെ, അവിടുത്തെ നല്ലൊരു സാധനം നോക്കാം. 207. ഇക്കൊല്ലത്തെ കൊത്തിൽ 207. 2 കൊല്ലത്തിന് മുമ്പ് കിട്ടിയത് എത്ര അറിയോ? 413. ഈ മരത്തിന് വയസ്സാവാൻ തുടങ്ങി. എല്ലാറ്റിനും വയസ്സാവുണ്ടോ? ഇതിലൊരു കുരുണ്ട് കേട്ടോ. അത് ഞാൻ കൊണ്ടുവരാം വടക്കാഞ്ചേരിക്ക്. കുട്ടിയോള് അത് വിതച്ച് മുളപ്പിച്ച് വളവും വെള്ളവുമൊക്കെ ഇട്ട് മുതിർത്തി മരമാക്കി പ്ലം കൊയ്യണം. കുട്ടിയോള് പച്ചവെള്ളം പോലെ നല്ല പോലെ പഠിച്ച് ഇഷ്ടായ ജോലി കിട്ടിയാൽ പലതും കൊയ്യാം. ഗാർഡനിൽ ഇനിയും കുറെ കൊയ്യാനുണ്ട്. ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും ഏപ്രിക്കോട്ടും അത്തിപ്പഴവും ടൊമാറ്റോവും.